വർഷമെങ്കിലും ഒരു സിനിമ ചെയ്യണം. ഇത് നീ എല്ലാ വർഷവും പറയാറുള്ളതല്ലേ? അത് നിനക്കെങ്ങനെ അറിയാം? നമ്മൾ ഒരുമിച്ചത് ആദ്യത്തെ ന്യൂ ഇയർ അല്ലേ? നിന്റെ തീരുമാനങ്ങളൊക്കെ എനിക്കറിയില്ല. 2015 വരുമ്പോഴും നീ ഇത് തന്നെ പറയും. അങ്ങനെ നീ ഇവനെ കളിയാക്കൊന്നും വേണ്ട. അവനിപ്പോ പഴയ പോലെ ഒന്നുമല്ലോ, അഭിനയം പഠിച്ചോണ്ടിരിക്കണല്ലോ. ശരിയാ, ഇക്കൊല്ലം വല്ലതും നടക്കും. എടാ ആനന്ദേ, ഇക്കൊല്ലം നിനക്കൊരു ബ്രേക്ക് ഉറപ്പാ. എന്റെ പൊന്നു പാറു, പ്രാഗല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അതിന് ഞാൻ എന്ത് പറഞ്ഞു എന്നാ? പിന്നല്ലാതെ, ഇക്കൊല്ലം നീ സിനിമയിൽ നിന്ന് ബ്രേക്കപ്പ് ആവുമെന്ന് പറഞ്ഞതോ? എടാ പൊട്ടാത്, ബ്രേക്കപ്പ് സിനിമയില് ബ്രേക്ക് ആവുന്നുണ്ടത് നല്ലതാ. നീ രക്ഷപ്പെടൂന്ന് പറഞ്ഞത് മനസ്സിലായ? ഈ ഇംഗ്ലീഷിന് ഇതാ കുഴപ്പം, വിശ്വസിക്കാൻ പറ്റൂല. സൗകര്യം പോലെയല്ലേ അർത്ഥം മാറുന്നേ. കുടിച്ചോ. ഇനി കൃത്യം 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അല്ല, നിങ്ങൾക്കാർക്കും പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാനല്ലേ? എന്ത് തീരുമാനം? അല്ല, ഈ പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും പറയാറുണ്ട്, ഞാൻ ഇനി മുതൽ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ. ഓ, ന്യൂ ഇയർ റെസൊല്യൂഷൻ. യെസ്, അങ്ങനൊന്നും നിങ്ങൾക്കില്ലേ? ഈ ഓസിലേഷൻ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഈ പുതിയ വർഷത്തിൽ എനിക്കൊരു നടനാവണമെന്ന്. ആ, ഇതാ കുഴപ്പം. എടാ, നടക്കാൻ പാടില്ലാത്ത സ്വപ്നങ്ങളല്ല പറയേണ്ടത്. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാ എന്താ പറയാ, ഈ നമ്മുടെ വൃത്തികെട്ട ശീലങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കുക, പുതിയ പുതിയ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങുക, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു. അല്ല, ഞാൻ സ്റ്റാർ ആവില്ലെന്ന് ആരാ പറഞ്ഞേ? അതിപ്പോ ആർക്കും പറയാലോ. അങ്ങനെ തോന്നിയത് പറഞ്ഞാ അടുത്ത വർഷം മോനൊരു പല്ല് കുറവായിരിക്കും, അറിയാലോ. അതിന് എനിക്ക് 2 മിനിറ്റ് പോലും ധാരാളാ. ഹാ, നിർത്തടാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് മൂട് കളയാതെ. ആർക്കെങ്കിലും എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ വേഗം വേണം, സമയമില്ല. ശരി, ഞാൻ തന്നെ ആദ്യം പറയാം. എല്ലാരും പറയുന്നു എനിക്ക് ഇച്ചിരി ക്ലീൻനെസ് കൂടുതലല്ലേ. ഞാൻ ഈ വർഷം തൊട്ട് ഇച്ചിരി ക്ലീൻനെസ് കുറയ്ക്കുകയാണ്. ഓ, അപ്പൊ നമുക്ക് മുമ്പിലുള്ളതൊരു വൃത്തിയില്ലാത്ത വർഷം അല്ലേ? എന്താടി നിന്റെ തീരുമാനം? സി, എന്നെ സംബന്ധിച്ചോളം എല്ലാവരുടെയും വിചാരം എനിക്ക് അല്പ ദേശ കൂടുതലാണെന്നും ഞാൻ ഹെൽത്ത് ടിപ്സ് ഒക്കെ കുറച്ച് അധികം കൊടുക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഈ വർഷം ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ ഹെൽത്ത് ടിപ്സ് കൊടുക്കും, വേണ്ടാത്തവർക്ക് വേണ്ട. എന്റെ കർത്താവേ, എന്റെ തീരുമാനം ന്യൂ ഇയറിൽ പൊളിഞ്ഞാലും സാരമില്ല, നിന്റെ തീരുമാനം നടപ്പിലാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. പാറു, താങ്ക്സ് എ ലോട്ട്. ഇനി എന്റെ തീരുമാനം ഞാൻ പറയാം. പുതിയ വർഷത്തിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ നേരെയാക്കി ഒരു സിനിമയിലെങ്കിലും നായകനായി അഭിനയിക്കും. പിന്നെ എന്റെ ഇംഗ്ലീഷ് ഒരു അല്പം വീക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. അല്പമല്ല, കുറച്ച് കൂടുതൽ അല്പം വീക്കാ. എടാ, നീ വെറുതെ തോക്ക് കയറി വെടിവെക്കരുത് കേട്ടോ. ഇല്ല, വെടി കയറി തോക്ക് വെച്ചോളാം, ലാഗില്ലാതെ കാര്യം പറയണേ. അപ്പൊ വീക്കായ ഇംഗ്ലീഷ് സംസാരിച്ച് റെഡിയാക്കണമെന്ന് പാറു പറഞ്ഞ അനുസരിച്ച് പുതിയ വർഷത്തെ ഡേ ടൈമിൽ ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കും. ഒയ്യോ, എടാ അത് വേണോടാ. അത് വേണം റോയ്ച്ച, ഇംഗ്ലീഷിനെ കീഴ്പ്പെടുത്തണം. കീഴ്പ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ ഞാൻ കുഴയും. ഏതായാലും ആനന്ദിന്റെ തീരുമാനം കുറച്ച് കട്ടിയായി പോയി. ഇനി ഞാൻ എന്റെ തീരുമാനം പറയാം. പുതിയ വർഷത്തിൽ ഞാൻ എന്റെ ഫ്ലേട്ടിംഗ് എന്ന കലാപരിപാടി പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യും. റോയ്ച്ച, എന്ത് പണിയാണ് കാണിച്ചത്? സാറെ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. റോയ്ച്ച, നീയാണല്ലോ കാരണം. റോയ്ച്ച, കർത്താവ് വേണ്ടായിരുന്നു. റോയ്ച്ച, ബോധം കടണ്ട, ഞാൻ തീരുമാനം മാറ്റിക്കോളാം, ഞാൻ ഫ്ലേട്ട് ചെയ്തോളാം. എന്റെ പൊന്നു മോനെ ടോണി, മനുഷ്യനെ വെറുതെ വട്ടാക്കല്ല. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പറയുന്നതിന് മുമ്പ് ഇച്ചായനോടൊന്ന് പറഞ്ഞേക്കണേ മോനെ. ജീവൻ ഓക്കെ, ഇനി കൗണ്ട് ഔട്ട്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി 2013! ആനന്ദപ്പെട്ട ഹാപ്പി ന്യൂ ഇയർ. അല്ല, ഞങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു. റോയ്ച്ചന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇല്ലേ? ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അയ്യോ, തെറ്റൊന്നും ചെയ്യാത്തൊരു നല്ല റോയ്ച്ചൻ, അയ്യോ നമ്മളൊക്കെ
റോയ്ച്ച നല്ലത്. ക്ലെൻലിനെസ് ഫ്രീക്ക് ഈ വർഷം സ്വന്തം ഇരട്ടപ്പേര് നിലനിർത്തി. ഉമ്മ. ഈ വർഷം എന്തായാലും നമ്മുടെ മാരേജ് ഉണ്ടാവും മുത്തേ. സത്യം, ടോണിച്ചന്റെ പുന്നാര മോളാണ് സത്യം. ഉമ്മ. നമ്മളെന്താ സാറിനും മാറ്റമൊന്നുമില്ല. ഞാൻ മോൾ ഏതാണാവോ ആ മോള്? ആർക്കറിയാം? അപ്പൊ നീ ജിമ്മിൽ പോക്ക് നിർത്തിയല്ലേ? ആരോട് ചോദിച്ചിട്ട്? എന്നോട് സംസാരിക്കണ്ട. ആഹാ, ഇൻസ്ട്രക്ടർക്കും നിലപാടിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുണ്ടോ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പിള്ളേര്? I'm keeping the phone. റോയ്ച്ച, എന്നാ പറ്റി റോയ്ച്ച? കൊറേ നേരമായല്ലോ എല്ലാരും നടന്ന് സ്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ല, ഇന്നലെ പറഞ്ഞതൊക്കെ നിങ്ങക്ക് വല്ല ഓർമ്മയുണ്ടോന്ന് ഞാൻ നോക്കുമായിരുന്നു. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇന്നലെ എന്തു പറഞ്ഞു എന്നാ? റോയ്ച്ചൻ ഇതൊരു ബോധക്കേടുന്ന് റീകവർ ആയില്ലേ ടോണി? അതാണ് പറഞ്ഞത്. നിങ്ങൾ മറന്നു കാണും, പക്ഷെ ഞാൻ മറക്കൂല. ഓർമ്മയുണ്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ? ആരും ചമ്മണ്ട, ഞാൻ ഈ സീൻ ഇന്നലെ പ്രതീക്ഷിച്ചതാ. ആകെ തെറ്റിക്കാതെ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ വർഷം ഒരു പ്രതീക്ഷയ്ക്ക്. ആര്? സിനിമ കാണാനാ? കർത്താവേ, എവിടെ നോക്കട്ടെ. Young boy done me bad, went and did you wrong. Young boy done me bad, I went and did you wrong. And I got high. Lord, I got high. Now I got Oh, hi, buddy. What's up? വാട്സപ്പല്ലടാ, ക്ലോസപ്പ്. Are you trying to learn English? Yes, Royson. ഓഹോ, ഇന്നു മുതൽ ഇംഗ്ലീഷ് ആണല്ലേ? Yes, Sarah. എന്നാ ശരി, നമുക്ക് നോക്കാം. Okay, see, I'll show you. You all are corrupted from the decision, you know? എന്ത്? എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇല്ല. നമ്മളെല്ലാരും തീരുമാനം തെറ്റിച്ചു എന്ന് അതിന് കളിയാക്കുന്നതാ. അത് ശരി, അങ്ങനെയാണല്ലേ? എന്നാ വേണം നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. വേണ്ട പാറു, നീ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയും, അവ പൊട്ട ഇംഗ്ലീഷ് പറയും. എന്തിനാ വായിലുള്ള വെള്ളം വറ്റിക്കുന്നത്? മതി മതി, അവന്റെ ഏറെ ചാടിയത്. ഏതായാലും തീരുമാനം തെറ്റിച്ച നിങ്ങളെക്കാളും ഭേദം അവൻ. പിന്നെ ആരും ആദ്യം തന്നെ ജനിക്കുമ്പോ ഇംഗ്ലീഷും പറഞ്ഞോണ്ടല്ലോ ജനിക്കുന്നത്. പതിയെ തെറ്റി തെറ്റി പറഞ്ഞല്ലേ പഠിക്കുന്നത്. അതുപോലെ അവനും പഠിച്ചോളും. Why you are looking to afraid me? അഫ്രൈദിടാ വെച്ചിട്ടുണ്ടാ. No, 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 no. That I don't want. Hi, good boy. I'm the brother of Royson. ഈയടാ, റോയിച്ചന്റെ ബ്രദറാകാൻ പറ്റിയൊരു സായിപ്പ്. ഏതായാലും നിന്നെക്കാളും ഭേദം അവൻ. മോനാനന്ദേ, നീ പറഞ്ഞോടാ. പിന്നെ ചില വാക്കുകൾ യൂസ് ചെയ്യുമ്പോ അക്ഷരം മാറിപ്പോതെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. I look after Royson. You don't worry. Go to room and go to the coffee shop. റിലാക്സ് റിലാക്സ്. സ്നേഹം കൊണ്ട് പറയണം. ഇനി ഇംഗ്ലീഷ് പറയുമ്പോ കുറച്ച് വെള്ളം കൂടി എടുത്ത് അടുത്ത് വെച്ചോളൂ കേട്ടോ. Take it. താങ്ക് യു. ഒരു ഫ്രണ്ടിനെ പറ്റി ഇത്രയധികം സംസാരിക്കാമെന്ന് എനിക്കറിയില്ല. എന്നാലും ചിലത് പറയണം തോന്നി. ആഹാ, അപ്പൊ നീരജനും റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം അല്ലേ? തമാശ അല്ല അനു ഇത്. സോറി, പറ. ടോണി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവന് പണി കിട്ടുന്ന ഏതൊരവസരത്തിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മുന്നിലുണ്ടാവുന്ന അനുവിനെ അറിയാലോ. അറിയാം നീരജ്, നീ കാര്യം പറ. ചിഞ്ചു ആണ് എൻ്റെ പ്രശ്നം. അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ എല്ലാവരും വട്ടായിട്ടാണ് കാണുന്നത്. ഇന്നലെ വരെ ഞാനും. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പൊ എന്താ പറ്റിയേ? എല്ലാവരും വട്ടാണെന്ന് കരുതിയ ചിഞ്ചുവിന്റെ മറ്റൊരു മോൻ ഞാൻ കണ്ടു. അതിലൊരു പെണ്ണിന്റെ മനസ്സും അവളുടെ മാത്രം ദുഃഖവും ഉണ്ട്.
കുട്ടിക്കാലം മുതൽ തന്നെ ടോണിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പാവ അത്. അവര് തമ്മിൽ ചേരട്ടെ. അതുകൊണ്ട് ദേവി ഇത് അനുദിന്ന് പിന്മാറണം. എന്താ ചിരിച്ചത്? നീരജ് എന്താ വിചാരിച്ചേ? ഞാനും ടോണി തമ്മിൽ ലവിലാണെന്നോ? അല്ലേ? അതല്ല, വിശ്വാസം വരുന്നില്ല അല്ലേ? ആ. ഓക്കെ, ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ടു നൈറ്റ്. ഏ? ഇന്ന് രാത്രി ഞാൻ പോവാണ്. ആ. ഇനി അടുത്ത കാലത്തൊന്നും ഞാൻ തിരിച്ചു വരുന്നില്ല. ഓ. പിന്നെ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാ. പറ, ഇപ്പൊ വിശ്വാസം വരുന്നില്ലേ? അല്ല, എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലോ, വൈകുന്നേരം 8 മണിക്കല്ലേ? ശ്ശേ, ഈ അനുവിന്റെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു. നീരജ്, എനിക്കും ടോണിക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ടോണി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അല്ലേലും ഇക്കാലത്ത് മോഡേൺ പിള്ളേർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ടോണി ചിഞ്ചുവിന്റെ അല്ലേ? ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കാണിച്ചു വേണ്ട, എനിക്ക് അനുവിന് വിശ്വാസ. ഈ ഇരിക്കുന്ന നല്ല മനസ്സിന് എപ്പോഴും എന്റെ പ്രേയേഴ്സ് ഉണ്ടാവും. പ്രേയേഴ്സ് മാത്രം പോരാ, ഇതിന്റെ ബില്ലും കൂടി ഒന്ന് പേ ഓ, ചെയ്തു. ചായ കുടിച്ചിട്ട് കൊടുത്താൽ പോരല്ലോ അല്ലേ? ബൈ. ബൈ. ഹലോ ആനു, ടോണി, നീ എവിടെയാ? ഞാൻ അവിടെ ഓഫീസില്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. നമുക്കൊന്ന് കാണണം. ഓക്കെ, പെട്ടെന്ന് വരൂ, കാണാം. ഓക്കെ, ബൈ. സുനിലില്ലാത്ത അറിയുന്നുണ്ട്. അവൻ എന്നാ വരാ? വരുമ്പോ വന്നെന്ന് പറയാം. സാറാ, ഈ ആനന്ദ് അവിടെ എന്തെടുക്കുക? ഓർഡർ എടുക്കാൻ പോയതല്ലേ? അതെനിക്കറിയാം. ഇതിന് മാത്രം എന്ത് വലിയ ഓർഡറാണ് കസ്റ്റമർ പറയുന്നത്? കണ്ടിട്ട് അവൻ കോഫി ഷോപ്പിന് വില പറയാണെന്ന് തോന്നുന്നു. മറികെ നോക്കട്ടെ. What do you order that I don't understand it? That is what I tried to say, man. എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇംഗ്ലീഷ് അറിയാത്തമാരി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ ചാവുമല്ലോ. No. We the executive waiters of the shop will speak only English. ആനന്ദേ, അവന് പൊട്ട ഇംഗ്ലീഷ്. പോടോ. Okay, sir, you give the order to Zara. അവന്റെ ഒരു ഇംഗ്ലീഷ്. Thank you, sir. സോറി സാർ, എന്താണ് സാർ വേണ്ടത്? എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് വേണം. അല്ലല്ല, എനിക്കൊരു കാപ്പി, പിന്നെ കടി എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അതും. ഓക്കെ സാർ. പിന്നെ കുറച്ച് വെള്ളം. വെറുതെ അറിയാൻ മേലാത്ത ഭാഷ പറഞ്ഞ നാക്കിലെ വെള്ളം പറ്റി. ഏതവനാണോ മനോലാതി മനുഷ്യനെ മെനക്കെടുത്ത. ആനന്ദേ, എന്ത് പണിയാണ് കാണിച്ചേ? What did I do, Zara? അയാൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാണോ ഞാൻ ചെയ്ത തെറ്റ്? കസ്റ്റമറോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരാ പറഞ്ഞേ? കസ്റ്റമേഴ്സിനോട് ഇംഗ്ലീഷ് സംസാരിച്ച എന്താ എത്ര വലിയ കുറ്റം സാറാ? അവന് പൊട്ട ഇംഗ്ലീഷ് നിനക്കറിയാലോ. ശരിയാ, True, that's പൊട്ട ഇംഗ്ലീഷാ. എനിക്ക് നിങ്ങളുടെ അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയൂല. എന്നിട്ടും തോറ്റു കൊടുക്കാതെ ഞാൻ അവിടെ പിടിച്ചു നിന്നില്ലേ? എന്ത് പിടിച്ചു നിന്നുന്നാ? എടാ പൊട്ട, നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയോണ്ടാണ് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ചത്. അല്ലാതെ അയാൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ. അയാൾക്ക് ഇംഗ്ലീഷ് അറിയൂല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് കളിക്കായിരുന്നു ഇത്ര നേരം? അയ്യേ അയ്യേ, അശ്ശോടാ, കഷ്ടം. പിന്നെ ബാംഗ്ലൂരിലും ഇതേ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ആയിരിക്കും. നമ്പർ മാറില്ലല്ലോ. മാറിയ ഞാൻ അറിയിക്കാം. ഈ സ്കൈപ്പില് ഓൺലൈനിലും ചാറ്റിങ്ങിലൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ടോണി. ഇനി നിന്റെ ഡിപ്രഷൻ മാറിയില്ല. ടോണി, നിനക്ക് അറിയുന്നതല്ലേ ഫോട്ടോഗ്രാഫിയോടുള്ള എന്റെ പാഷൻ. അതിനെന്തിനാ ബാംഗ്ലൂർക്ക് പോകുന്നത്? ഇവിടെയല്ലേ നല്ല കമ്പനികൾ. നോക്ക്, ബാംഗ്ലൂരിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടല്ലേ ഞാൻ പോകുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ടോണി. അതിന് ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നാട് വിടുന്നതാ ബുദ്ധി. നിനക്ക് തമാശ. അല്ല, എന്നാ ഇനി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അടുത്ത കാലത്തൊന്നും തിരിച്ചിങ്ങോട്ടില്ല. അല്ല, എപ്പോഴെങ്കിലും ബാംഗ്ലൂർ ജീവിതം മടുത്തു എന്ന് തോന്നിയാല് ഹാവ് ടു ഗോ. സമയായി. അപ്പൊ ശരി, ബൈ ബൈ. കോൾ ചെയ്യാം. എന്നാലും അവിടെ ഒരു യാത്ര പോലും പറയാതെ പോയി കളഞ്ഞല്ലോ. ഞാൻ വെറും മണ്ടന. ഹേയ്, അയ്യേ, കരയാ. എന്താ ടോണി ഇത്? ദേ, എനിക്ക് ചീപ്പ് സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ലാന്ന് നിനക്കറിയാലോ. സോറി, നീ പെട്ടെന്ന് പോയപ്പോ എന്നെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ തോന്നി. അല്ലാതെ
ടോണി അങ്ങനെ കരയത്തൊന്നുമില്ല, അറിയാലോ. അറിയാം. പിന്നെ അങ്ങനെ കരയാത്ത ടോണി ഇങ്ങനെ കരയണമെങ്കിൽ അതിന്റെ അർത്ഥം ഈ മനസ്സിൽ എവിടെ കുറച്ച് നന്മ ബാക്കിയുണ്ടെന്നല്ലേ? ആ മനസ്സിനോടാ ഞാനിപ്പോ പറയുന്നത്. ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യുന്നെന്ന് തോന്നിയതുകൊണ്ടല്ലേ നീ ഇപ്പൊ കരഞ്ഞത്? ടോണി, നമ്മൾ തമ്മിൽ ഇപ്പൊ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? ഇപ്പൊ എന്തിനാ അതൊക്കെ വെറുതെ? ചുമ്മാ പറ. അറൗണ്ട് 1 month. വെറും 1 മാസം പരിചയമുള്ള ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്തപ്പോ നിനക്ക് നന്നായി വിഷമായില്ലേ? ആയില്ലേ? ശരിക്കും എന്തായിരുന്നു നിന്റെ ഫീലിംഗ്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വെരി ബാഡ്. നല്ലപോലെ ഫീൽ ചെയ്തല്ലോ. അപ്പൊ ഒരു 10-16 വർഷമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നീ ഇഗ്നോർ ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വിഷമാവും? നീ ഇത് ആരുടെ കാര്യ പറയുന്നേ? സ്നേഹിക്കപ്പെടുന്നതും ഇഗ്നോർ ചെയ്യുന്നതും നീ. നിന്നെ ജീവനക്കാൾ സ്നേഹിക്കുന്നത് ചിഞ്ചു. 1 മാസം മാത്രം പരിചയമുള്ള ഞാൻ തന്നെ ഇഗ്നോർ ചെയ്തപ്പോ നിനക്ക് എന്ത് ഫീലിംഗാ ഉണ്ടായത്? Just think about her. Her pain. The long 16 years. ഓ, ആ പട്ട് പണ്ട കാര്യത്തിനെ ഇപ്പൊ പറയുന്നേ. സത്യം പറ, അവള് നിന്നെ കാണാൻ വന്നിരുന്നില്ലേ? വന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അവളെ നീ ഇനി ആ പേരിട്ട് വിളിക്കരുത്. അക്കോർഡിംഗ് ടു മീ അവള് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഗേളാണ്. അവൾ ഒരിക്കലും നിന്നെ ഇഗ്നോർ ചെയ്യില്ല. നീ അവളെ മനസ്സിലാക്കും. അവൾക്ക് ഒന്നേ അറിയുള്ളൂടാ, നിന്നെ സ്നേഹിക്കാൻ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള അവകാശത്തിലാണ് ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. ദേ വണ്ടി മാറ്റാം. ഓക്കെ, ഇപ്പൊ ശരിക്കും എനിക്ക് പോണം. ഇഗ്നോർ ചെയ്യുന്നതല്ല, പോയേ പറ്റും. Bye. ഞാൻ വിളിക്കാം. ഇത് ടോണി, നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ട്രെയിനിയാണ്. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാ അനു. അത് കലക്കിയടാ, എനിക്ക് ഇഷ്ടായി. എന്നെയാണോ? ഞാൻ അനുവിനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞട നീരിച്ച. പോട്രാ, ഒന്നുമില്ല. അവള് പോട്ടെ എന്ന് നിനക്ക് പറയാം, പക്ഷെ എനിക്കതിനെ പറ്റുന്നില്ല. അല്ല, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വിഷമിക്കണ്ട, പോട്ടെ. അതങ്ങനൊന്നും പോവില്ലടാ. അത് വല്ലാത്തൊരു നീറ്റല. ടോണി ഇന്ന് വരെ അറിയാത്തൊരു ഫീലിംഗ്. നന്നായി. എന്താ? അല്ല, ഞാൻ പറയായിരുന്നു, എന്തായാലും ഒരു കണക്കിന് നന്നായി. ഇത് ഇന്നല്ലേ നാളെ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് എന്താ വിചാരം ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞ് നിന്നെ വെറുതെ വിഷമിക്കണ്ടെന്ന് കരുതി. എല്ലാ പെണ്ണുങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ. അതെന്താ? അതല്ല, അവിടെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. എനിക്കും അക്കാര്യത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു. ഞാനെല്ലാം തുറന്നു പറഞ്ഞപ്പോ അതെങ്ങനെ വർക്കൗട്ട് ആവാന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചപ്പോ. നീ അവളോട് എന്ത് പറഞ്ഞു? അത് പിന്നെടാ, ഞാൻ ഒരു ദിവസം അവളെ കണ്ടപ്പോ നിന്റെ കാര്യം സംസാരിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞടാ, ടോണി വലിയ പൈസക്കാരനാണ്, ഗ്ലാമറുകാരനാ, അനു നീ വിടാതെ പിടിച്ചോന്ന്. പിന്നെ ചിഞ്ചു എന്ന് പറയുന്ന സാധനം നിന്റെ പുറകെ നടപ്പുണ്ട്, സൂക്ഷിക്കണോന്ന്. അതേതായാലും വർക്കൗട്ടായി. അവളൊരു പോക്ക് പോയല്ലോ, സന്തോഷായി. നീ വിഷമിക്കാതിരിക്കണം, ഇനി കാര്യങ്ങളെല്ലാം ശരിയാവും. എന്താ കാര്യങ്ങൾക്കെല്ലാം സന്തോഷമായോ? അനുപോയപ്പോ എല്ലാം ശരിയാവാൻ? നീ വീട്ടിൽ കയറി സമയല്ലേ, പോകുന്നില്ലേ? ഞാൻ ഇന്നിനി എങ്ങോട്ടുമില്ല, ഇവിടെ ഇരുന്ന് കോഫി കുടിച്ച് നേരം വെളുപ്പിക്കാൻ പോകും. ശരിയടാ, ഞാൻ എന്നാ പടിയാണ്. പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. മോളെ ചിഞ്ചു, നമ്മള് ജയിച്ചടി. ഇനി ടോണി മോൻ നിനക്ക് തന്നെ.